Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVSലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹോം ആൻഡ് നെസ്റ്റ് എന്ന യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ എക്സാം എഴുതി എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് എഴുതേണ്ടത്. അതിന് 1 മാർക്കാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലോർ ഓഫ് എ ഹൗസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഗിവ് എക്സാമ്പിൾസ്. അപ്പോൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതെന്താണെന്ന് എഴുതാം, അതിൻ്റെ എക്സാമ്പിൾസും 1-2 എക്സാമ്പിൾസും എഴുതാം. അങ്ങനെ 3 മാർക്കിൻ്റെ ചോദ്യമാണിത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. 4 മാർക്സ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ക്രീച്ചേഴ്സും അതിൻ്റെ ഹൗസും കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നത് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ആക്ടിവിറ്റി പാർട്ട് നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി ഫുൾ ആക്ടിവിറ്റി അതിൽ തന്ന ചോദ്യം തന്നെയാണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ ഹൗസ് ആൻഡ് റൈറ്റ് ഡൗൺ ഇറ്റ് സ്പെഷ്യാലിറ്റി. അപ്പോൾ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് ഏത് തരം ഹൗസ് ആണെന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകളും എഴുതുക. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് സം ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ്. അപ്പം വീട് കൺസ്ട്രക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ ക്വസ്റ്റ്യനത്തിൻ്റെ പേര് എഴുതുക. 2 മാർക്കാണ്. ദെൻ കംപ്ലീറ്റ് ദ ടേബിൾ. 3 മാർക്സ് ആണ്. ക്രീച്ചേഴ്സ് ആൻഡ് മെറ്റീരിയൽ നീഡഡ് ടു മേക്ക് നെസ്റ്റ്, വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ആൻഡ് ക്രോ, ഹണി ബി. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഓരോ ക്രീച്ചേഴ്സും എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ നെസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് എഴുതാൻ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, എന്നിട്ട് ആൻസർ എഴുതാം. 3 മാർക്ക് വാങ്ങുക. ദെൻ 8th ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വൈ ഡു വി ബിൽഡ് ഹൗസസ്? നമ്മൾ എന്തിനാണ് വീടുകൾ ഉണ്ടാക്കുന്നത്? 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ആൻസർ പാർട്ടിലേക്ക് പോവാം. ആൻസർ പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും, നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിനി ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അംഗനവാടി അല്ലേ. എന്താ ചോദ്യം? നോൺ ഫോർമൽ എഡ്യൂക്കേഷനും പിന്നെ പ്രഗ്നൻറ്റ് വുമൻസിന് ന്യൂട്രീഷനും അതുപോലെ തന്നെ ചിൽഡ്രന് ന്യൂട്രീഷനൊക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നായിരുന്നു ചോദ്യം. ഇറ്റ് ഈസ് അംഗനവാടി. ദെൻ ഫ്ലോർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ടൈൽസ്, സ്റ്റോൺ, സിമെൻറ്റ് എക്സെട്ര. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ എയ്തർ ഫുള്ളി ഓർ പാർട്ട്ലി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് പ്രൊവൈഡിങ് വേരിയസ് സർവീസസ് ടു പീപ്പിൾ ആർ കോൾഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സാമ്പിൾസ് സ്കൂള്, ഹോസ്പിറ്റൽ, ബാങ്ക് എക്സെട്ര. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ നോട്ട്സ് ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണാം. ദെൻ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണോ നിങ്ങളും മാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്താം. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ഹൗസ് ഏതാണ്? ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഹൗസ് സ്റ്റാൻഡ്സ് ഓൺ ടോൾ ലെഗ്സ് കോൾഡ് സ്റ്റിൽറ്റ്. ഇറ്റ് പ്രൊട്ടക്ട് ഫ്രം ഫ്ലഡിങ് ബൈ കീപ്പിംഗ് വാട്ടർ ഔട്ട് ഓഫ് ദ ഹോം. ദെൻ അടുത്തത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ജോലികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെയിൻറ്റിങ്, പ്ലംബിംഗ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏത് വേണമെങ്കിലും എഴുതാം. നമ്മൾ കുറേ ജോബ്സിൻ്റെ പേര് നമ്മുടെ വീഡിയോക്കകത്ത് നമ്മുടെ കംപ്ലീറ്റ് നോട്ടുള്ള വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് നോക്കാം. ദെൻ 7th ക്വസ്റ്റ്യൻ, creatures and materials to make their nest and soil, mud, leaves, crow, twigs, sticks, grass, ഹണി ബി, ബീ വാക്സ്. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ 8th ക്വസ്റ്റ്യൻ, ഫോർ എ സേഫ് ലിവിങ്. നമ്മൾ എന്തിനാണ് ഹൗസ് ബിൽഡ് ചെയ്യുന്നത്? ഫോർ എ സേഫ് ലിവിങ് ആൻഡ് ഫോർ കീപ്പിംഗ് അസ് എവേ ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ്. അപ്പോൾ ഇതാണ് ഹൗസ് നമ്മൾ നിർമ്മിക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് ടെസ്റ്റിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.